പറക്കാൻ എയർപോർട്ടോ പ്രത്യേക റൺവേയോ ഒന്നും ആവശ്യമില്ല. വെറും മൺപാതയിൽ നിന്ന് പോലും ഉയരാൻ കഴിയുന്ന ഹൈബ്രിഡ് വിമാനം വികസിപ്പിച്ച് പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ട്രൈജന്റ് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തിന്റെ വ്യോമചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ട്രൈജന്റ് എയ്റോസ്പേസ്. ഈ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച ഹൈബ്രിഡ് ഇലക്ട്രിക് ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അഥവാ ഈസ്റ്റോൾ വിമാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെയോ റൺവേയുടെയോ ഒന്നും ആവശ്യമില്ലാതെ സുരക്ഷിതമായി പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന പുതിയ വിമാന മാതൃകയാണ് ഈ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണഘട്ടത്തിൽ ഒരു ചെറിയ മൺപാതയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. വെറും 22 മീറ്റർ മാത്രം ഓടിയാണ് ഈ പരീക്ഷണ മോഡൽ ആകാശത്തേക്ക് പറന്നുയർന്നത്. രാജ്യത്തെ പ്രാദേശിക വ്യോമഗതാഗതത്തിലും പ്രതിരോധ മേഖലയിലും ഈ പുതിയ വിമാനത്തിന്റെ കണ്ടുപിടുത്തം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണ യാത്രാ വിമാനങ്ങൾക്ക് പറന്നുയരാൻ 100 കണക്കിന് മീറ്റർ മുതൽ കിലോമീറ്ററുകൾ വരെ നീളമുള്ള റൺവേ ആവശ്യമാണ്. എന്നാൽ ഈസ്റ്റോൾ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പുതിയ വിമാനം 150 മീറ്ററിൽ താഴെ മാത്രം നീളമുള്ള ചെറിയ റൺവേകളിൽ നിന്നും അതുപോലെ ടാർ ചെയ്യാത്ത മൺപാതകളിൽ നിന്നും സുരക്ഷിതമായി പറന്നുയരുകയും ഇറങ്ങുകയും ചെയ്യും. പരീക്ഷണത്തിനിടെ 42 ഡിഗ്രി ചൂടിലും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിലും ഈ വിമാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചതായാണ് കമ്പനി സാക്ഷ്യപ്പെടുത്തുന്നത്. ട്രൈജന്റ് എയ്റോസ്പേസ് വികസിപ്പിക്കുന്ന പൂർണ്ണ വലിപ്പത്തിലുള്ള വിമാനത്തിന്റെ പേര് CL-1000 എന്നാണ്. 9 യാത്രക്കാരെയോ ഏകദേശം 1500 കിലോഗ്രാം ചരക്കോ വഹിക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ഒറ്റത്തവണ ഏകദേശം 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. 2029ഓടെ ഇതിന്റെ വാണിജ്യ സർവീസ് ആരംഭിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം. ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതല്ല എന്നതാണ്. നിലവിലെ ബാറ്ററി സാങ്കേതിക വിദ്യയുടെ പരിമിതികൾ മറികടക്കാൻ കമ്പനി ഹൈബ്രിഡ് ഇലക്ട്രിക് സംവിധാനം സ്വീകരിച്ചിട്ടുണ്ട്. 8 ഇലക്ട്രിക് മോട്ടോറുകളാണ് വിമാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതേസമയം ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു ചെറിയ ജനറേറ്ററും ഇതിനൊപ്പം പ്രവർത്തിക്കും. ഇതിലൂടെ ഇന്ധന ചെലവ് കുറയ്ക്കാനും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും വിമാനത്തിനാകും. രാജ്യത്ത് 450ലധികം ഉപയോഗശൂന്യമായ ചെറിയ എയർ സ്ട്രിപ്പുകൾ നിലവിലുണ്ടെന്നാണ് കണക്ക്. ഇവ CL-1000 പോലുള്ള വിമാനങ്ങളാക്കി മാറ്റാൻ കഴിയുമെന്നും കമ്പനി പറയുന്നു. പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കാതെ തന്നെ ഗ്രാമപ്രദേശങ്ങൾ, മലനിരകൾ, ദ്വീപുകൾ, ദുരന്തബാധിത മേഖലകൾ എന്നിവയെ വ്യോമ ഗതാഗത ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രതിരോധ മേഖലയിലും പുതിയ വിമാനത്തിന് വലിയ സാധ്യതകളാണുള്ളത്. അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകളിലേക്ക് ഭക്ഷണം, മരുന്ന്, വെടിക്കോപ്പുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ വേഗത്തിലെത്തിക്കാനും പരിക്കേറ്റ സൈനികരെ അടിയന്തരമായി വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കാനും ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും ഈ വിമാനത്തെ ഉപയോഗിക്കാനാകും. ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാകുമെന്നതിനാൽ യുദ്ധ സാഹചര്യങ്ങളിലും ഈ വിമാനം ഏറെ പ്രയോജനപ്പെടും. കൂടാതെ ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിക്കുന്നതിനാൽ സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന് ശബ്ദം കുറവായിരിക്കും. അതിനാൽ രഹസ്യ സൈനിക ദൗത്യങ്ങൾക്കും ഇത് അനുയോജ്യമാണ്. പരമ്പരാഗത വിമാനങ്ങളെക്കാൾ കുറഞ്ഞ ഇന്ധന ചെലവും കുറഞ്ഞ പരിപാലന ചെലവും മറ്റൊരു പ്രധാന നേട്ടമാണ്. പരുൾ സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഹർഷ് ജോഷി, വിവേക് ദൂത് എന്നിവർ ചേർന്നാണ് ട്രൈജന്റ് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്. എയർബസ്, ലോക്ഹീഡ് മാർട്ടിൻ, HAL തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച വിദഗ്ധരും ഈ കമ്പനിയുടെ ടീമിലുണ്ട്. 22 മീറ്റർ മാത്രം ഓടി വിജയകരമായി നടത്തിയ CL-1000ന്റെ പരീക്ഷണ പറക്കൽ രാജ്യത്തിന്റെ വ്യോമയാന രംഗത്ത് പുതിയ അധ്യായത്തിന് തുടക്കമിടുന്ന ഒന്ന് തന്നെയാണ്. ഗ്രാമീണ ഗതാഗതം, ചരക്ക് നീക്കം, ദുരന്ത നിവാരണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.